ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പുണ്യ റമദാനിലെ മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളും റെസിപ്പിയും എല്ലാം ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. മാത്രമല്ല വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുക. പിന്നെ ഒരു 4:45 ആകുമ്പോഴാണ് കിച്ചണിലേക്ക് വരുള്ളൂ കേട്ടോ. നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. പിന്നീട് ഇങ്ങോട്ടേക്ക് വരും, കിച്ചണിലേക്ക് വരുള്ളേ. അത് എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു 5 മണിയൊക്കെ ആവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4:45 ആ ഒരു സമയത്തോടു കൂടിയാണ് കേട്ടോ അടുക്കളയിലേക്ക് വരുള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഞാൻ പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കൂലേ, അങ്ങനെ അതാ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എണീറ്റ സമയത്ത് വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് അത് പുറത്ത് വെച്ചിട്ട് പോയിട്ടാ ഒരു 10 മിനിറ്റ് ഒക്കെ പുറത്ത് വെച്ചു. പിന്നെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ വലിയ തണുപ്പങ്ങ് മാറാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ പുറത്തെടുത്ത് വെക്കുവേ. ഇനിയിപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണം. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് ചൂടാക്കുന്ന അത്രയേ ഉള്ളൂ. പാനൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാമല്ലോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ള പത്തിരിയല്ലേ. അപ്പം അതൊന്ന് ചുട്ടെടുക്കട്ടെ. കറി റെഡിയാണ് കേട്ടോ, ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഞാൻ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് റഫീഖാനോട് പറഞ്ഞ് നമുക്ക് സ്മൂത്തി എന്തെങ്കിലും ഉണ്ടാക്കാം, ഒരു ഹെൽത്തി സ്മൂത്തി. ഇപ്പോൾ വിശക്കൂല, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് അങ്ങനെ ആക്കാം, ഒന്ന് മാറ്റി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം ആന്ന് പറഞ്ഞു. പിന്നെ അതായത് നോമ്പിന് തൊട്ട് തലേ ദിവസം പൊളിച്ച നീക്കുന്നതിൻ്റെ അന്ന് പറഞ്ഞു ഇതൊന്നും നിന്നിട്ട് എനിക്ക് നോമ്പെടുക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ ആക്കാൻ നമുക്കൊരു മടിയല്ലേ. എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ഞാൻ ചിലപ്പം പഴമോ ചിലപ്പം എഗ്ഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ്സോ ഒക്കെ കഴിച്ചിട്ട് നോമ്പെടുക്കും, പ്രശ്നമില്ല. പക്ഷെ റഫീഖക്ക് ചോറ് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കടികളാണ് കേട്ടോ ഇഷ്ടം. അതെന്താ കുറേയൊന്നുമല്ല, പക്ഷെ അത് നിർബന്ധമാണ്. എന്തോ ഒരു ഇല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ വിശക്കുന്നോ അല്ലെങ്കിൽ ക്ഷീണമാവുന്നോ അങ്ങനത്തെ ഒക്കെ ഒരു പേടി ഉള്ളിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പതുക്കെ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ. ഓവർനൈറ്റ് ഓട്സിലേക്കൊന്നും റഫീഖ മാറുന്നു തോന്നുന്നില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ, ഹെൽത്തിയാണ്. നമുക്ക് കുറേ നട്ട്സ്, അങ്ങനത്തെ ഓട്സ്, ഫ്രൂട്ട്സ് എല്ലാം, പാല് എല്ലാം മിക്സ് ചെയ്ത് നല്ല ഫില്ലാകുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാത്തത് എനിക്ക് അലർജി, ചുമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊന്നും കഴിക്കാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ടിരിക്കുമ്പോൾ ആ ഒരു ഡ്രൈ ആവാനോ ചിലപ്പം തണുപ്പ് അങ്ങനെ ആയിട്ട് ചുമയോ എന്തെങ്കിലും വന്നാൽ നമുക്ക് മെഡിസിൻ ഒന്നും കഴിക്കാനും പറ്റില്ലല്ലോ ആ ഒരു നമ്മൾ വ്രതം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് പിന്നെ വലിയ റിസ്ക് ഞാൻ ഒറ്റയ്ക്കും എടുത്തിട്ടില്ല കേട്ടോ. ഒരു ദിവസം ഒന്ന് റെഡിയാക്കി കഴിച്ച് നോക്കണം എന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വിശക്കൂല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ ചോറും അതുപോലെ തന്നെ ഇങ്ങനത്തെ കടികളൊന്നും കഴിക്കാത്തവർക്ക് നല്ലതായിരിക്കുമേ. റാഗി വെച്ചിട്ടുള്ള സ്മൂത്തി, പിന്നെ അല്ലാണ്ട് തന്നെ നമ്മൾ ആപ്പിള്, നട്ട്സ്, പാലൊക്കെ വെച്ചിട്ടുള്ള സ്മൂത്തി ഇല്ലേ, അതൊക്കെ അങ്ങനത്തെവർക്ക് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ തന്നെ എഗ്ഗും അതും വെച്ചിട്ട് കഴിച്ചാലും വലുതായിട്ട് ഇങ്ങനെ ക്ഷീണം പിടിക്കില്ല കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ടയേർഡ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനത്തതൊക്കെ നല്ലതാണ്. ഒന്നും കഴിക്കാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ശരിക്കും നോമ്പെടുക്കാൻ വേണ്ടി. വെള്ളമോ ഡേറ്റ്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ. വെറുതെ ഒന്നും കഴിക്കാതെ അങ്ങനെ ചിലർ രാത്രിയിൽ, അതായത് നോമ്പ് തുറന്ന് ആ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് പിന്നെ രാവിലെ അങ്ങനെയും നോമ്പെടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ എടുക്കരുത് എന്നാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, അത്താഴം സുന്നത്താണ്. അപ്പം അത് കഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമെങ്കിലും കുടിക്കണം എന്നല്ലേ പറയാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വേഗം കിച്ചണിൽ അപ്പോഴുള്ള പാത്രങ്ങളും അത് ഉണ്ടാക്കി വെച്ച കൗണ്ടർ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഞാൻ ഓടിച്ചൊന്ന് വൃത്തിയാക്കൂട്ടെ. എന്നിട്ട് വേഗം കിച്ചണിൽ പോകും. ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ. ബാങ്ക് കൊടുക്കാനാകുന്നേ ഉള്ളൊരു 10 മിനിറ്റൊക്കെ ബാക്കി ഉണ്ടാവും. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം കിച്ചണിലെ ക്ലീനിങ് തീർക്കുകയാണ് കേട്ടോ ചെയ്യുക. പിറ്റേ ദിവസം കാര്യം രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് കിച്ചൺ ക്ലീനായിട്ട്, ഏത് കിച്ചണിലാണോ ഞാൻ യൂസ് ചെയ്യുന്നത് ആ കിച്ചൺ നീറ്റാക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാനും ബാക്കിയുള്ള പണികളിലേക്ക് പോകാനും ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. കിച്ചൺ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ മാത്രമല്ല നമുക്ക് വലിയൊരു പണി ഒരുങ്ങിയ പോലത്തെ ഒരു ഫീലും തോന്നലുണ്ട് കേട്ടോ. ബാക്കിയുള്ള പണികൾ നോക്കിയാൽ മതിയല്ലോ പിന്നെ. അപ്പോൾ ഇത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണയുള്ളത് ഒന്നും ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കുക്കിംഗ് ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി കേട്ടോ. എന്നാൽ തന്നെ കിച്ചൺ ക്ലീൻ ആവും, അത്രയേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതൊന്ന് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ റഫീഖ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് വേഗം തീർക്കും കേട്ടോ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വേഗം തീർക്കും. ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ മുറ്റത്തുണ്ടാവുകയെ ഈ ഒരു സമയത്ത് മുറ്റം പുറം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇങ്ങനെ ആകാശത്തിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇന്നും അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. മഞ്ഞ് പെയ്യുന്നൊന്നുമില്ല, പക്ഷെ മഞ്ഞുണ്ട്. നമ്മൾ ആ പുല്ലിൽ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തത് അത് പുതിയ പുല്ല് വെച്ചില്ലേ, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട് കേട്ടോ, മഴ വരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വേഗം ആ പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കുത്തിയുള്ള വെള്ളം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. ഇതിപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ റഫീഖ ഡ്യൂട്ടിക്കൊക്കെ പോയി. അതിനുശേഷം ഞാൻ എണീറ്റു. ഇനിയിപ്പോൾ നമ്മളൊരു പെട്ടെന്നുള്ളൊരു ക്ലീനിങ്, ഡെയിലി ചെയ്യുന്ന ഒരു ക്ലീനിങ്. ചില ദിവസം തുടക്കാനുണ്ടാവും, ചില ദിവസം അലക്കാനുണ്ടാവും. അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്യും കേട്ടോ. രണ്ടും ഒരുമിച്ച് ചെയ്യലില്ല. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലിയ മെനക്കെടുന്ന പണിയൊന്നും ചെയ്യാതെ അങ്ങനെ അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തു പോവുകയാണ് കേട്ടോ ചെയ്യാം. വേഗം തന്നെ ബെഡ്റൂമൊക്കെ ഒന്ന് മടക്കി വെക്കും, ഒന്ന് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി എല്ലാം ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്കൊക്കെ ഒന്ന് എടുത്തു വെക്കും. ഈ ഒക്കെ ഒരു ടൈമിൽ ഞാനിങ്ങനെ ആലോചിക്കുക ചെയ്യാം കേട്ടോ, എന്താണ് വൈകുന്നേരം ഫുഡ് എന്താ ഉണ്ടാക്കുക, ഇന്ന് എന്താ അങ്ങനെ ഇങ്ങനെ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുക, അങ്ങനെ അങ്ങനെ ആലോചിച്ച് ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ ആലോചിച്ച് വെക്കൂട്ടാ. എന്നിട്ട് പിന്നെ പോയിട്ട് അതിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ച് ഒന്ന് ഒരു ഒരുക്കങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ചെയ്യാം. ആദ്യം കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടൊക്കെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യും. പിന്നെ എന്താ പറയുക, ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിപ്പിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധനങ്ങളൊന്നും അല്ലാത്ത എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റഫീഖ പിന്നെ അങ്ങനെ കൊടുത്തയക്കൂട്ടോ, ആരുടെത്തെങ്കിലും കൊടുത്തയക്കുകയാണ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഇന്നെനിക്ക് തുടക്കാനായിട്ടുള്ളത്, താഴത്തെ ഫ്ലോറ് മൊത്തം തുടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 1-2 അലക്കാനുണ്ട്, പക്ഷെ ഞാൻ അലക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അടുത്ത ദിവസം അലക്കാമെന്ന് വിചാരിച്ചു. കാരണം തുടക്കലും അലക്കലും രണ്ടും കൂടെ കഴിയുമ്പോഴത്തേക്കും ഉച്ചയാവും. അപ്പോൾ അതിന് നിൽക്കൂല, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അങ്ങ് തീർത്ത് കയറുകയാണ് കേട്ടോ ചെയ്യാം. ഇതെന്താണെന്നറിയോ, നോമ്പിൻ്റെ മുമ്പ് ഞാൻ ജാംജൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പിൻ്റെ റമദാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാ. എൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അത് ഭയങ്കര അടവാട്ടോ. നമ്മളെ ഫോണ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ കാണും. നമ്മളങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ കാണുക. അപ്പോൾ അവരെ നമുക്ക് ഏട്ടത്തി മോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അവരവിടെ ഒതുങ്ങി നിർത്തിയതാട്ടോ. അവർ സ്കൂളൊന്നും കൂട്ടിയതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല കേട്ടോ വാങ്ങുന്നത്, പക്ഷേ ഇങ്ങനത്തത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണേ. നല്ല കുറേ അധികം ക്രോക്കറീസ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ കണ്ടപ്പം എന്താ പറയുക, വാങ്ങരുതേ എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ വാങ്ങിപ്പോകും. അതാണ് കേട്ടോ അവസ്ഥ. നല്ല ഭംഗിയുള്ള അടിപൊളി സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാസറോളൊക്കെ അല്ലേ, അത് സെറാമിക്കാണ് കേട്ടോ. ശരിക്കും വാങ്ങാൻ തന്നെ പേടിയുണ്ടേ, കാരണം നമ്മൾ കാസറോളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സെർവിങ് ബൗള് അല്ലെങ്കിൽ സെർവിങ് ഒരു പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യേണ്ടി വരും. കാരണം കഴുകുമ്പോഴും ഒക്കെ നന്നായിട്ട് നമ്മൾ എന്താ പറയുക ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. അത്രയും റേറ്റും കാര്യങ്ങളും എല്ലാം 2000, 2500 അങ്ങനെയൊക്കെ ഓരോന്നിനും ഒക്കെ എന്തായാലും 1000 എബോവ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് സെറാമിക്കല്ലേ എല്ലാം വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ കണ്ണു പോയത് ഇതിലേക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ഐറ്റം അടിപൊളിയിട്ടാണ്, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഗൾഫിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് പാത്രങ്ങളൊക്കെ പോലെ തോന്നി. ആ ഒരു ഗോൾഡനും വൈറ്റൊക്കെ വന്നിട്ട് അങ്ങനെ ഇതില്ലേ, ഞാൻ എടുക്കരുതെന്ന് വിചാരിച്ചതാണേ. നോക്കുമ്പോഴൊക്കെ വിചാരിക്കുന്നുണ്ട് എടുക്കൂല എന്ന്. പക്ഷേ
ആ ഒരു ഞാൻ തുറന്നു നോക്കിയ പാത്രമല്ലേ, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ അതിനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കൊടുത്തത് കേട്ടോ. ഇത് ഞാൻ നോമ്പിൻ്റെ മുമ്പ് തരാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എടുത്തത് തന്നെയാണ്. നിങ്ങൾ ജാം ജുമിലെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളും പിന്നെ ആ സമയത്ത് ഇടേണ്ട വീഡിയോകളും എല്ലാം ഉള്ളത് കൊണ്ട്, അതായത് നമുക്കിങ്ങനെ ഒരുക്കി വെക്കേണ്ട വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമിൽ. പിന്നെ ഡേറ്റിംഗ് നോമ്പിൻ്റെ ആ ഒരു സമയം ആയി പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും തരാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല കേട്ടോ, എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ഒരു വീഡിയോ പെൻഡിങ് ആയിപ്പോയത്. നിങ്ങൾ ചോദിച്ചിട്ടില്ല എൻ്റെ ടീ ഷുഗർ കോഫി ആ ഒരു സെറാമിക്കിൻ്റെ ജാറില്ലേ, അതും ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. കുറേ പേര് അതിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാത്തതാണ് ഞാൻ കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ചോദിച്ചിട്ടും കൊടുക്കാണ്ടിരിക്കുക, എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രമാണേ. അപ്പോൾ ഇതാ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു എന്താ പറയുക കപ്പും ആ ഒരു സെറ്റും കാണാനായിട്ട്. റേറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കാണാൻ നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ ആ ഒരു ജാറ് സെറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അത് ഞാനിങ്ങനെ നോക്കിയിട്ട് എല്ലാവരുടെ അടുത്തും കാണലുണ്ട്. അപ്പോൾ ആ ഒരു കാണാത്ത ഒരു വെറൈറ്റി എന്തെങ്കിലും വേണം, എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് സാധനം വേണം എന്ന് പറഞ്ഞ് ഞാൻ ഹോം സെൻറ്ററിലും അതുപോലെ തന്നെ കുറേ കണ്ണൂർ നിക്ഷാനിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങലുണ്ടല്ലോ പോകുന്ന സമയത്ത്. അങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ഓൺലൈൻ നോക്കി പക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നീട് എനിക്കൊരു തവണ ഇവിടെ വന്നപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല റേറ്റും അതിനുണ്ടായിട്ടുണ്ടായിരുന്നേ. 1000 സംതിങ് അതിന് റേറ്റ് ഉണ്ട്. സെറാമിക്കാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ടൈറ്റായിട്ട് അതിൻ്റെ അടപ്പൊക്കെ നിൽക്കും. അപ്പം അങ്ങനെ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉരുളി എവിടെ നിന്നാണ് വാങ്ങിയത്, എന്താ റേറ്റ് എന്ന് ഞാനിതിൽ പറയുന്നുണ്ടേ. ഇത് എൻ്റെ കയ്യിലുള്ള ആ വലുപ്പത്തിലുള്ള ഉരുളിയാണ് കേട്ടോ. ഇത് ഒരു 4 പാക്കറ്റ് പാലിലൊക്കെ നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. 2700 സംതിങ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. നിങ്ങളിങ്ങനത്തെ ഉരുളി വാങ്ങുമ്പോൾ ഈ ഒരു പിടിയുള്ളതില്ലേ, അതായത് ആ ഇരിപ്പുള്ളത്, അത് വാങ്ങരുത് കേട്ടോ. അത് വാങ്ങരുതെന്ന് പറയുന്നത് നിങ്ങൾ അടുപ്പിൽ യൂസ് ചെയ്യാനാണെങ്കിൽ വാങ്ങിക്കോ. അടുപ്പിൽ വെക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇറക്കി കരിയൊക്കെ ഉള്ള ഭാഗം ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ നല്ലതാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഗ്യാസിലല്ലേ യൂസ് ചെയ്യാം. ഇതതിൻ്റെ വലുതാണ് കേട്ടോ. ഗ്യാസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു മുട്ടില്ലേ, അതിങ്ങനെ ഗ്യാസിലിരിക്കാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എൻ്റെ അടുത്ത് ഒന്നും അങ്ങനത്തെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് നിങ്ങൾ അടുപ്പ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത്. ഏറ്റവും വലുത് എൻ്റെ കയ്യിലുള്ള ഞാൻ പായസമൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഉരുളിയില്ലേ, അതായത് ഒരു 8 പാക്കറ്റ് പാല് ഒക്കെ യൂസ് ചെയ്യുന്ന അതിന് ഒക്കെ ഒരു 6 സംതിങ് 7ൻ്റെ അടുത്ത്, മറ്റേതിന് ഒരു 3ൻ്റെ ഉള്ളിലുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഞാനതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ഞാനിന്ന് കാണിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും അസ്ർ നമസ്കാരത്തിന് ശേഷമാണ് വന്നത്. ഇന്നും സമയം ഒരു 4:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് വേറൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് പറഞ്ഞ എന്തെങ്കിലും റൈസ് ആക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി പറഞ്ഞു. പക്ഷെ ഉണ്ടാക്കിയത് തന്നെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ മുറാദാബാദ് ബിരിയാണിയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണിയല്ലേ, അപ്പോൾ പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ട ആ ഒരു രീതിയിലാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഉണ്ടാക്കിയില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പിന്നെ വന്നിട്ട് വേഗം ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വൈകി വരികയും ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം കാര്യങ്ങൾ. ഇതാ ഞാനൊരു പാൻ വെച്ചു. ഈ പാനിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാസ്റ്റർ ഷെഫിൻ്റെ പാനാണ്, അടിപൊളിയായിട്ട്. ഇത് ഓൺലൈനിലുണ്ട്, ഞാൻ കൊടുത്തേക്കാം. കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നത് കൊണ്ട് സിംഗിളായിട്ടുണ്ടേ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക പാനിലേക്ക്. ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി, കുഴപ്പമില്ല. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്, പിന്നെ ക്യാപ്സിക്കം ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അടുത്ത് കളറുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ക്യാപ്സിക്കൊക്കെ അത്രയും ചേർത്ത് കൊടുക്കുക. പച്ചയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ക്യാപ്സിക്കം വേണം, ഉണ്ടായാലാണ് നല്ലത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക. ഇങ്ങനെ ഒരുപാടൊക്കെ വഴന്നു പോകുന്നു വേണ്ട. ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. 1 മിനിറ്റൊക്കെ അടച്ച് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഒക്കെ മതിയാവും കേട്ടോ. അത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി കുറച്ച്. ഇതിങ്ങനെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു
ഹാഫ് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഒരു 1/4 ടീസ്പൂണിന് താഴെ 2 പിഞ്ച് എന്നൊക്കെ പറയും പോലെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആ മസാല കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. എൻ്റെ തക്കാളിക്ക് തിരി കളറില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടോയെന്ന്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിക്കാതെ അങ്ങനെ എടുത്ത് നമ്മൾ കബാബിലേക്കൊക്കെ ഇടൂലേ, ഇങ്ങനെ വെള്ളം വാർന്ന ചിക്കൻ മിക്സീൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ചിക്കൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില കുറച്ച് പകുതി ഇട്ട് കൊടുക്കുക, പകുതി നമ്മളവിടെ മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും, മസാലയ്ക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടുന്ന ഒരു സമയം അത്രയും മതി. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം പോലെ ആവരുത്, ഇങ്ങനെ കേട്ടോ, ഇതുപോലെ ഇങ്ങനെ ഉണങ്ങിപ്പോകാൻ വേണ്ട, ഈ ഒരു പരുവത്തിന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിലേക്ക് വൈറ്റ് സോസ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമേ. കുറച്ച് ബട്ടറോ നെയ്യോ ഓയിലോ എന്താ നിങ്ങൾക്ക് പറ്റുന്നത് വെച്ചാൽ അതെടുക്കുക. കുറച്ച് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ, ഈ ഒരു അളവിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ പാലിൽ ചേർക്കുന്ന മൈദ ഒന്ന് കലക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ മൈദ ആ പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി വേവിച്ചെടുത്താൽ മതി. വേവണം എന്നേ ഉള്ളൂ കേട്ടോ. ആ ബട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ വെന്ത് കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. പാൽ കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 1/4 ടീസ്പൂണിൽ താഴെ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് കിട്ടാം. കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ അത് ഒരു ടേസ്റ്റ് കൂടാനുള്ള ടിപ്പാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാകും കൂടെ ചേർത്ത് കൊടുത്താൽ. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവർ ടൈറ്റ് ആവണ്ട കേട്ടോ, ഓവർ ലൂസും അല്ല. ഇനിയിപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്നാക്സിനുള്ള. ഇനി നമ്മൾ റൈസിനുള്ള ഐറ്റംസ് നോക്കാം കേട്ടോ. അത് നമുക്ക് ചൂടോടെ സെറ്റാക്കിയാൽ മതി സ്നാക്സ്, അതുകൊണ്ടാണേ. അപ്പോൾ ഇനി നമ്മുടെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട് റൈസിലേക്ക്. വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, അതുപോലെ മുഴുവനെയുള്ള മല്ലി, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഒരു സവാളേൻ്റെ ഒരു ചെറിയ സവാള, പിന്നെ ബേ ലീഫില്ലേ, പട്ടാൻ്റെ ഇല, അത് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്താൽ കേട്ടോ. ഇതെല്ലാം ഞാൻ ഓരോ ടീസ്പൂൺ വീതമാട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 1/2 കിലോ റൈസാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫോ മട്ടണോ ചിക്കനോ എന്തായാലും കുഴപ്പമില്ല, അത്രയും എടുത്തു. ഇനി കുറച്ചധികം വെള്ളം, ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം എത്ര കൂടിയാലും കുഴപ്പമില്ല, നമ്മളത് റൈസ് വെക്കുമ്പോൾ അതിങ്ങനെ അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ബീഫ് വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ബീഫ് വേവുന്നവരെ വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മുറാദാബാദ് ബിരിയാണിയും നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് റമദാനിലൊക്കെ എന്താ പറയുക, നോമ്പെടുത്തിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ്. ഭയങ്കരമായിട്ടുള്ള മസാലക്കുത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലൈറ്റ് ഫ്ലേവറിൽ ഉള്ളൊരു റൈസാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി കുടിക്കാനുള്ള ഡ്രിങ്ക് ആയിട്ട് ഞാൻ ലെമണും കുക്കുംബറും മിൻറ്റും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലെമണ് കഴിക്കാൻ പാടില്ല, ലൈം എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമുക്ക് അങ്ങനത്തെ ലെമണിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളതൊന്നും വരില്ല കേട്ടോ. ആ ഒരു ഫ്ലേവർ മാത്രമേ വരുള്ളൂ, ആ ഒരു ഭയങ്കരമായിട്ടുള്ള പുളിപ്പും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ച് കൊടുത്തു. ഇപ്പോൾ നമ്മൾ നമുക്ക് തുറക്കാനാകുമ്പോഴത്തേക്ക് ആ ഒരു പ്ലെയിൻ വാട്ടറിനേക്കാളും നല്ലതാണ് കേട്ടോ. അത് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇതൊക്കെ അതിലേക്ക് ഇറങ്ങും, ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ റൈസിനുള്ള ബീഫ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ അത്രയ്ക്ക് മതിയാവും. അതിലേക്ക് ഒരു സവാള, വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ. പിന്നെ ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്, അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം
ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ, കളർ ചേഞ്ച് ഒന്നും ആവേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂണ്, 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്തത് നമ്മുടെ ജാതിപത്രി ഇല്ലേ, അതും നട്മക്ക് നമ്മുടെ ജാതിക്ക അതില്ലേ, അതും കൂടെ പൊടിച്ചത് ഒരു 2 പിഞ്ച് അത്രയും മതി കേട്ടോ. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ, ഇല്ലെങ്കിൽ ഒരു 2 പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുത്തോ കേട്ടോ. ഇല്ലെങ്കിൽ മാത്രം, അത് കൂടി പോരുത് കേട്ടോ, കുറച്ച് മതിയേ. പിന്നെ നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ല, അത് അരിച്ചെടുത്തിട്ട്, അതായത് വെള്ളം മാറ്റിയിട്ട് അതിൻ്റെ മസാലയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അത് അവിടെ കുക്ക് ചെയ്യുക കേട്ടോ. ബീഫ് ഓവർ കുക്കായിട്ട് പോകണ്ട, പാകത്തിൽ കുക്കാവുക. പിന്നെ നമ്മൾ റൈസിലിട്ടിട്ട് ഒന്നും കൂടെ കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് 5 മിനിറ്റ് കുക്കായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്കില്ലേ, അതും വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് ഞാൻ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ഇല്ലേ, അതാണ് എടുക്കുന്നത്. വെള്ളത്തിലൊന്നും സോക്ക് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് എടുക്കുക. അപ്പം നിങ്ങൾ ഈ വെള്ളവും സാധാ വെള്ളം കൂടെ ആക്കിയിട്ട് കണക്കാക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അരി സോക്ക് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് കഴുകുക, ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക വെള്ളത്തിലേക്ക്. അതുപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഞാനത് വർക്ക് ഏരിയയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, അടുപ്പിലേക്ക് അപ്പുറത്തേക്ക്. ഇനി നമുക്കൊരു സാലഡ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് സ്നാക്കൊന്നും ഉണ്ടാക്കണ്ട, റൈസ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ വെറും റൈസും പിന്നെ ഈ എന്തെങ്കിലും ഒരു സാലഡും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് കുറച്ച് കൂടുതൽ സാലഡും കൂടെ ഉണ്ടാക്കാം. പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ എന്തായാലും കഴിക്കുമല്ലോ, അപ്പോൾ അത്ര മതിയെന്നായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ തോന്നുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ കയറി വരും കേട്ടോ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. എനിക്കിങ്ങനെ കുറച്ച് നേരത്തെ തുടങ്ങും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം ഉണ്ടാക്കണമല്ലോ, കാരണം അത് ആയി വരുന്ന ടൈമും കൂടെ നോക്കുമല്ലോ. റഫീഖൊക്കെ ഇപ്പോഴൊന്നും അല്ല വരിക, ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു കോള് വരിക. എന്നിട്ട് പറയും എന്തെങ്കിലും ഒരു ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ആക്കിയെടുത്താൽ മതി എന്ന് പറയും. പക്ഷെ ആക്കിയെടുക്കുന്നതിന് നമുക്കൊരു ടൈം വേണ്ടേ. അത് ഇപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയെടുക്കാനോ ബ്രെഡിങ്ങോ എന്തെങ്കിലും ആക്കിയെടുക്കാനോ നമുക്ക് വലിയ പണിയൊന്നുമില്ല. പക്ഷേ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റൂല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ പറ്റൂല. കുറച്ചൊന്ന് പ്ലാൻ ചെയ്തിട്ട് കുറച്ചൊരു സമയം നമുക്ക് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ വേഗം ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ കാണിച്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ നോമ്പ് എടുക്കാനും ഈ റൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റൈസും ഈ സാലഡും മാത്രം കേട്ടോ. പിന്നെ അതാ സാലഡിലേക്ക് ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ലെമൺ ജ്യൂസ്, പിന്നെ 1-2 ടീസ്പൂൺ തേന് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും ഏത് വെജിറ്റബിൾസും ഈ ഒരു സാലഡിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഒരു ഓയിലും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഹെൽത്തി സാലഡ്. ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ റൈസ് ഉള്ളത് കൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക, സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്വീറ്റ് കോൺ വിചാരിച്ചേ, പക്ഷേ എൻ്റെ വെജിറ്റബിൾസ് തന്നെ കട്ട് ചെയ്തപ്പോൾ അത്യാവശ്യമുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ലെറ്റൂസും കസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് മിക്സാക്കി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്സ് ഇല്ലേ, അതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലസാനിയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ കിടില ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലസാനിയാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. ലസാനിയ ഉണ്ടാക്കാൻ അതിൻ്റെ ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലേ. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അറിയുന്നുണ്ടാവും. പക്ഷെ ഉണ്ടാക്കാത്തവർ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. സമൂസ ഷീറ്റൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഒരു ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കരുത്. ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് നമ്മൾ എന്തിലാണോ ഉണ്ടാക്കുന്നത്, ഞാനിപ്പോൾ സാധാരണ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഗ്യാപ്പില്ലാതെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ വീഡിയോ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫ്രഷ് ക്രീം നമ്മൾ ഇതിലേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മസാലയും ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയില്ലേ,
ഫ്രഷ് ക്രീം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ കുറച്ച് സമയം വെച്ചല്ലോ, അല്ല ചൂടോടെ ചെയ്യുകയാണെങ്കിൽ കട്ടിയായി പോവില്ല. അപ്പോൾ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, കുറച്ച് വെള്ളം നമ്മൾ പാലൊക്കെ അതിൽ ആഡ് ചെയ്തതാണ്, അപ്പോൾ കുറച്ച് വെള്ളം, സാധാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് ഓവർ ടൈറ്റ് വേണ്ട കേട്ടോ, ഓവർ ലൂസും ആക്കണ്ട. ഞാൻ കാണിച്ചതാ ഇതുപോലെ ഈ ഒരു ക്രീം പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. മസാല ഇട്ട് കൊടുക്കുക, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക. വൈറ്റ് സോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേർത്ത് കൊടുത്തോട്ടോ, കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തോ, നല്ല ടേസ്റ്റ് വരും കേട്ടോ ഇതിങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത്. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇതിലേക്ക് ചീസ് നിർബന്ധമാണ്. ഇനി ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ ഉണ്ടാക്കുക, പക്ഷേ ചീസ് വേണം കേട്ടോ, എന്നാൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ലെയറിലൊക്കെ കുറച്ച് മതി, പക്ഷേ ഏറ്റവും മുകളിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് ചീസ് ഞാൻ ഉൾഭാഗത്ത് ഇട്ട് കൊടുത്തു. ഇനി നേരെ തിരിച്ച് നമ്മൾ നേരത്തെ സമൂസ ഷീറ്റ് ഇങ്ങനെയല്ലേ വെച്ചേ, അത് നേരെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് പിന്നെ വെച്ച് കൊടുക്കാം. ആദ്യം കണ്ട അതേ പ്രോസസ്സ് തന്നെ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ പാത്രത്തിൽ എത്ര വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കണോ, നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ആക്കുന്ന പോലെ തന്നെ എത്ര ലെയർ വേണോ അതിനനുസരിച്ച് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. ലെയർ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏറ്റവും മുകളിലത്തെ ലെയറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷീറ്റ് വീണ്ടും വെച്ച് കൊടുത്തു. അതിന് ശേഷം നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചീസ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ക്രീമി ആയിട്ട് വരും. പിന്നെ ഇതില്ലേ, ചീസ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സമോസ ഷീറ്റില്ലേ അത് ഉള്ളിലേക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ താഴോട്ടേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. ഞാനത് വിട്ടുപോയതാ. നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു ചട്ടിപ്പത്തിരീൻ്റെ ഒക്കെ നല്ല ഒരു ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഒരു 20 മിനിറ്റ്. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കണേ, നല്ല ലോ ഫ്ലെയിമിൽ അവിടെ വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ചീസെല്ലാം മെൽറ്റായി നല്ല സെറ്റായിട്ടുണ്ടാവും. ആ സമൂസ ഷീറ്റൊക്കെ കുക്കായിട്ട് കിട്ടും കേട്ടോ, ഒരു സംശയവും വേണ്ട. പ്രൈസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ജ്യൂസും കാര്യങ്ങളും ഞാൻ സിമ്പിളാക്കിയിട്ടുണ്ട്. അനാർ ജ്യൂസായിട്ട് ഉണ്ടാക്കുന്നത്, പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, പഞ്ചസാര മാത്രം ഇട്ട് അന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, വെള്ളം കൂടെ ചേർത്തിട്ട്. പിന്നെ ഇതാ കുറച്ച് നമ്മുടെ വാട്ടർമെലൺ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല, കാര്യം നമ്മൾ ജ്യൂസാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ അതന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ നല്ലോണം. ഇനിയിപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ടേബിളിൻ്റെ പുറത്തേക്ക് കൊണ്ടുവെക്കട്ടെ കേട്ടോ. എൻ്റെ സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. ഒന്നാമത് ഈ വൈകുന്നേരം ജ്യൂസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അതൊന്നും കഴിക്കാണ്ടിരിക്കാൻ പറ്റുകയില്ല. നമുക്ക് ഈ ചൂടിന് അതൊക്കെ ഒരു സുഖം കിട്ടൂലേ. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിന് ഒരു കരകരപ്പും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ, സോറി. അപ്പോൾ ഇതാ നമ്മുടെ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലസാനിയ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂലേ. കുറച്ച് ചീസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് വാങ്ങിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ, അത്രേ പറയാനുള്ളൂ. അടിപൊളിയാണ്. ഇത് കണ്ട അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾ നോക്കിയേ, നല്ല ക്രീമിയാണ്. ഇതുപോലെ ഉണ്ട് കേട്ടോ, കണ്ടാ കഴിക്കാനും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റാണ്. ആ ടേസ്റ്റ് പിന്നെ പറയുകയും വേണ്ട. ചീസും വൈറ്റ് സോസിൻ്റെയും ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിട്ട് ഇതിന് കൊടുക്കാം. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ട നിങ്ങൾക്ക് ഈ ഒരു കട്ടർ പോകുമ്പോൾ മനസ്സിലാകുന്നില്ലേ അത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന്. ഇത് ഞാനിപ്പോൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് കാണിച്ചത്, അടുപ്പിൽ. നിങ്ങൾക്ക് നമ്മൾ പുഡിംഗ് ട്രേയിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓവണുള്ളവർ ഓവണിൽ ബേക്ക് ചെയ്യുക കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല. ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നൊരു സമയം നമ്മൾ പിസയൊക്കെ വെക്കുന്ന ആ ഒരു മോഡിൽ വെച്ച് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ അല്ലേ നമ്മൾ റഫീക്ക വന്നപ്പോൾ ആ ഒരു നമ്മൾ വാങ്ങിയ പാത്രം ഉണ്ടായിരുന്നില്ലേ, ജാം ജൂമെന്ന്, അപ്പോൾ അത് എല്ലാം ഒന്ന് റെഡിയാക്കി തരികയാണ് കേട്ടോ. അതിൽ അതിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു സ്ക്രൂവും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരെണ്ണം എനിക്ക് ഫിറ്റ് ചെയ്ത് തന്ന് കഴുകി തുടച്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. മറ്റേതും കൂടെ ഇനി ബിരിയാണിയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സാലഡ് നമുക്ക് സെറ്റാക്കാം. നല്ല രസമല്ലേ, പാത്രം കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. അതിൽ സെർവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്കറിയാലോ, ഒരു ഗ്ലാസ്സോ ഒരു സ്പൂണോ ആണെങ്കിൽ അത് അന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണം. അതൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ ആ പാത്രം ആലോചിച്ചിട്ടാണ് ഫുഡും കൂടെ അതിലേക്ക് കറക്റ്റാക്കിയെന്ന് വേണം പറയാൻ.
പിന്നെ നമ്മൾ ബിരിയാണി മന്തി അങ്ങനത്തെ ഒക്കെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് സാലഡും കാര്യങ്ങളും കഴിക്കണം കേട്ടോ. അതിൻ്റെ സൈഡായിട്ട് കുറേ നമുക്ക് അതിൻ്റെ ആ ഒരു ഓയിലി സംഭവങ്ങളൊക്കെ നമ്മൾ ഓയിലി എന്നല്ല അങ്ങനെ ഒരു കുറച്ചൊരു ഹെവി സംഭവമാണല്ലോ ബിരിയാണി അങ്ങനത്തെ ഒക്കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ അതിലങ്ങ് മാനേജ് ആയിക്കോളും. അപ്പോൾ നമ്മളെ ബിരിയാണി മുറാദാബാദ് ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അവർ റെഡ് കളറൊക്കെ യൂസ് ആക്കട്ടെ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതൊന്ന് കലക്കിയിട്ട് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ 2-3 മിനിറ്റും കൂടെ അവിടെ നിന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, വെറുതെ വെച്ചത്. ആ ചൂടിൽ തന്നെ കുക്കറിലല്ലേ, അപ്പോൾ ആ ചൂടിൽ തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. റൈസൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. റൈസും കട്ടയൊന്നും പിടിക്കില്ല കേട്ടോ. കുക്കറിൽ നമ്മൾ വെച്ചു എന്ന് വിചാരിച്ചിട്ട് കട്ടയൊന്നും പിടിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഇത് തണുത്തിട്ടും ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് അത് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബിരിയാണി കുത്തൊന്നും ഇല്ലാത്ത ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ ഒരു അച്ചാറ് മാത്രം മതി കേട്ടോ. ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നമ്മൾ മുറാദാബാദ് ബിരിയാണി. ബീഫൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഇതുപോലെ ചെയ്യാം. നിങ്ങൾ ചിക്കൻ ആണെങ്കിൽ ഒരുമിച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ ബീഫ് വേവിക്കുന്നില്ലേ, അങ്ങനെ ചെയ്യണ്ട. ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു 5 എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പും എല്ലാം ഫസ്റ്റിൽ തന്നെ ഒന്നിച്ച് തന്നെ ചെയ്യാം. കാര്യം ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചില്ലേ, അത് ചെയ്യുക. ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എണ്ണ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തില്ലേ, എണ്ണ ഒഴിച്ചു വഴറ്റി തൈര് ഒഴിച്ചു, ആ ഒരു സ്റ്റെപ്പ് മുതൽ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുമ്പ് കുറച്ച് മസാലയൊക്കെ ഇട്ടില്ല, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് വെള്ളം ഒഴിക്കുക. മസാല കിട്ടുന്നതിന് ശേഷം വെള്ളം ഒഴിക്കുക, റൈസ് ഇടുക, ചിക്കനും റൈസും ഒരുമിച്ച് കുക്ക് ചെയ്യുക. ഒറ്റ വിസിലിന് ആ ചിക്കനും നന്നായിട്ട് വെന്ത് കിട്ടും, അതുപോലെ തന്നെ റൈസും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും. അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ചിക്കൻ ആകുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, അതുപോലെ ചെയ്താൽ മതി. ബീഫ് ആകുമ്പോൾ ബീഫ് മട്ടനും ആകുമ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ലസാനിയും അതുപോലെ തന്നെ മുറാദാബാദ് ബിരിയാണിയും രണ്ടും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി നമ്മളെല്ലാം ഞാൻ ആവുന്ന ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ. റൈസ് ഞാൻ പാത്രത്തിലേക്ക് എടുത്തു, പിന്നെ ഞാൻ കാസറോളിൽ തന്നെ ഇട്ട് വെച്ചു കേട്ടോ. കാര്യം നമ്മൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ കഴിക്കൂല, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ തണുത്ത് പോകണ്ട, പിന്നെയും ചൂടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കാസറോളിൽ അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ബാങ്കൊക്കെ കൊടുത്തു. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മൾ അടുത്ത ഒരു നോമ്പും കൂടെ തുറക്കുകയാണ്. ശരിക്കും റമദാൻ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഫീലല്ലേ. അതങ്ങ് തീർന്നു പോകുമെന്ന് വിചാരിക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണല്ലേ. ആ ഒരു മാസം ഒരു പ്രത്യേക വൈബാണ് എല്ലാവർക്കും. നമ്മളെ വീട്ടിലായാലും നാട്ടിലായാലും എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ചേഞ്ച് ആയിരിക്കും മൊത്തത്തിൽ അല്ലേ. അപ്പം അത് പിന്നീട് കിട്ടില്ല. പിന്നെ അത് കാണണമെങ്കിൽ അടുത്ത റമദാനാവണം. ഞാൻ പറഞ്ഞ നിസ്കാരം ഓത്തും അത് മാത്രമല്ല കേട്ടോ, മൊത്തത്തിലൊരു മാറ്റം നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ജംഷി റെസിപ്പീസ് എന്ന നമ്മളെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക, അത് മറന്നു പോകണ്ട കേട്ടോ എല്ലാവരും. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട്, ഇപ്പോൾ ഷോർട്സിൽ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അതും ഫോളോ ചെയ്യാൻ മറന്നു പോകണ്ട. പിന്നെന്താ, ഞാൻ ഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പാത്രങ്ങളുടെയൊക്കെ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോയിലും കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യാനും മറന്നു പോകണ്ട. കുറേ പേര് ചോദിക്കലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കയ്യിലില്ലാത്തത് മാത്രമേ ഞാൻ കൊടുക്കാണ്ടിരിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ റൈസ് കണ്ടില്ലേ, കട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ 2 ഐറ്റം, അങ്ങനെ തന്നെയാണ് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.